കുട്ടികളെ എങ്ങനെ സ്നേഹിക്കണം? ഒരു കഥ കേട്ടാലോ? എനിക്ക് ഈ വാട്സാപ്പിൽ ആരോ അയച്ചു തന്നാണേ. പതിവ് പോലെ ഇന്നലെയും സ്കൂൾ വിട്ട് വന്നപ്പോൾ ബാഗിൽ പെൻസിലുമില്ല, റബ്ബറുമില്ല. ഈ വർഷത്തെ കോട്ട കഴിഞ്ഞെന്നും ഇനി പെൻസിലും റബ്ബറും ഇല്ലാതെ സ്കൂളിൽ പോയാൽ മതിയെന്നും പറഞ്ഞ് അമ്മയായ ഞാൻ യുദ്ധത്തിന് ഒരുങ്ങി നിന്നു. ഞാൻ കളഞ്ഞിട്ടില്ല, അതെങ്ങനെയോ പോയതാണെന്നും പറഞ്ഞ് അപ്പുണ്ണിയും. യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അന്തരീക്ഷം മാറുമെന്ന പ്രതീതി. അച്ഛൻ ആരുടെ പക്ഷം ചേരുമെന്ന് ആശാൻ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഇരുചേരികളും തമ്മിലുള്ള അന്തർധാര സജീവമായതിനാലും അല്പനേരം കഴിഞ്ഞാൽ ഞങ്ങൾ സമവായത്തിൽ എത്താനുള്ള സാധ്യത മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓർത്തും ഏട്ടൻ ഇരുചേരികളോടും സമദൂരം പാലിച്ചു നിന്നു. അപ്രതീക്ഷിതമായ കുഞ്ഞിനുയുടെ വീഴ്ചയിലും കരച്ചിലിലും ഞാൻ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറി. ഞാൻ അവനെ എടുക്കാൻ ഓടി. ആശ്വാസത്തോടെ അപ്പുണ്ണി അകത്തേക്കും. രാത്രി ഉറങ്ങാൻ നേരം പതിയെ അവൻ്റെ അച്ഛനോട് മാത്രം സ്കൂളിലെ കുറുമ്പും കഥകളും പറയും. നിസ്സഹായ ഭാവത്തിൽ നേർത്ത സ്വരത്തിൽ അവൻ അച്ഛനോട് പറഞ്ഞു, ചിലതൊക്കെ വീണു പോവും അച്ഛാ, ചിലതൊക്കെ കുട്ടികൾക്ക് കൊടുക്കും, വാങ്ങാൻ മറന്നും പോവും. അവൻ്റെ നേർത്ത മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി ഏട്ടൻ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. വീണു പോകുന്നതൊക്കെയും പോകട്ടെ, കൂട്ടുകാർക്കായുള്ള പങ്കുവെക്കലുകളും തുടരട്ടെ. അങ്ങനെ നഷ്ടപ്പെടുത്തുവാനായി മാത്രം അച്ഛൻ നിറമുള്ള പെൻസിലുകൾ ഇനിയും വാങ്ങിത്തരും. എന്ത് മനോഹരമായിട്ടുള്ള ഒരു കുറച്ച് വരികളിലൂടെയാണെങ്കിലും ഏതോ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചു കളഞ്ഞല്ലേ. ആരാണ് എഴുതിയത് എന്നറിയില്ല, എങ്കിലും വളരെ സന്തോഷം. ഇന്ന് ഉറങ്ങുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം, എന്താണെന്നറിയില്ല. ഹരേ കൃഷ്ണ.